കലോത്സവത്തിന് സമാനമായി ഒരേ സമയം വിവിധ വേദികളിലായി പരിപാടികൾ നടക്കുന്ന വിധത്തിലായിരുന്നു ഹലാജിത. കൈമുട്ടിപ്പാട്ടും വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും സ്റ്റേജുകളിലെത്തി. ഹലാജിതയിൽ 4 സ്റ്റേജുകളിലായാണ് പകൽ പരിപാടികൾ. നല്ല സൂപ്പറാണ്. ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്ന് വന്നതാണ്. പക്ഷേ എല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾക്ക് തരുന്നത്. നാട്ടിലെ ഒരു അവസ്ഥയാണ്. ഒരു നാടൻ രീതികൾ, നമ്മുടെ പഴയ ഓർമ്മകൾ, പാട്ടുകൾ, അങ്ങനെയെല്ലാം ഞങ്ങൾക്ക് കേൾക്കാനുള്ളൊരു അവസരമുണ്ട്. ജിദ്ദയിൽ ഇങ്ങനെ ഒരു പരിപാടി കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറയാലോ, ജിദ്ദയിൽ ഒരു വെറൈറ്റി ആയിട്ട് ഒരു കാർണിവലായിട്ട് പരിപാടി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ വണ്ണിനെ ഇപ്പോൾ ഈ രീതിക്ക് സാധിക്കുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇക്കോസ്റ്റ്യൂം പാർക്കിലൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. ഇങ്ങനെ ഒരു വെറൈറ്റി പരിപാടി വേറെ. നാട്ടിലെ കലോത്സവത്തിന് സമാനമായ അന്തരീക്ഷം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ഞങ്ങൾ വിചാരിച്ചു ഒരു സ്റ്റേജേ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു. പല സ്റ്റേജിൽ ഡിഫറെൻറ്റ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ് പ്രോഗ്രാമാണ്. ആദ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ജിദ്ദയിൽ ആദ്യമായിട്ടല്ല ചെയ്യുന്ന കാർണിവൽ രൂപത്തിൽ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വൈവിധ്യങ്ങളുടെ ആഘോഷമായിരുന്നു ഹലാജിതയിലെ വേദികളെല്ലാം തന്നെ. നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി ഉണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സൗദിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കാണുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ലൊരു നാട്ടിലെത്തിയ ഒരു ഫീൽ ഉണ്ട്. മീഡിയ വണ്ണിൻ്റെ മിഡിൽ ഈസ്റ്റിൽ നടത്താൻ പ്രോഗ്രാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആഫ്റ്റർ മാരിബ് കുറച്ചുകൂടി ഉഷാറാവും തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എല്ലാവിധ ഭാവങ്ങളും ഞങ്ങളുടെ ഫുൾ ടീം കൂടെ ഉണ്ട്. ഞങ്ങളുടെ കമ്പോലിൻ്റെ ടീമുണ്ട്. അവരതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല എല്ലാ തലത്തിലുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുള്ള ഒരു പരിപാടി തീർച്ചയായിട്ടും ജിദ്ദയിൽ ആദ്യമാണെന്ന് തോന്നുന്നുണ്ട്. അത് മീഡിയ വൺ ജിദ്ദ.